അതെ ഗൈസ്, യെസ്, ഐ ഗോട്ട് റെഡ് ഡെവിൾസ് ദ ബീസ്റ്റ് വെയിൻ റൂണി. ഗൈസ് എന്താ അറിയില്ല, കൊണാമിക്ക് എന്നോട് എന്തോ ഒരു സ്നേഹം തോന്നി. ഒരു 1000 കോയിൻ്റെ ഉള്ളിൽ എനിക്ക് റൂണിനെ തന്നു. ആളെ വെച്ച് ഞാൻ മാച്ചൊക്കെ കളിച്ചിട്ടുണ്ട്. അടിപൊളിയാണ്, നല്ല സ്പീഡ്. ആളെ സ്റ്റാറ്റസ് നോക്കുമ്പോൾ എനിക്കതാ മനസ്സിലായത്. ആളെ സ്റ്റാറ്റസ് നോക്കുമ്പോൾ പ്രത്യേകിച്ചൊന്നും കാണുന്നൊന്നുമില്ല, പക്ഷെ ആൾക്ക് പ്ലേയിങ് അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. എനിക്ക് നല്ല റിസൾട്ട്. ആള് അടിച്ച് പോസ്റ്റൊക്കെ തട്ടി പോവുക അല്ലാണ്ട് എവിടെ അടിച്ചു കൂടാനും വേണ്ട, ചിലത് ഉള്ളിൽ കയറും. അടിപൊളിയാണ്, സ്റ്റാറ്റ്സ് ആൾക്ക് അടിപൊളിയാണ്. ഞാൻ ഒരു കളി കളിച്ച് ഇതാ ഒരു ഗോള്. ആള് മേസിങ് റണ്ണൊക്കെ ഉണ്ട്, പക്ഷെ സ്പീഡ് കുറവാണ്, പക്ഷെ നല്ല റണ്ണിങ് ഉണ്ട്. ലോങ് ബോളാണ്. ആള് അടിച്ചു കയറ്റും ഉള്ളിലേക്ക്. അറ്റക്ക് അവയർനെസ് വരുന്നത് 95 വരുന്നുണ്ട്. ഡ്രിബ്ലിങ് പൊസിഷൻസ് ബോൾ കൺട്രോളൊക്കെ അത്യാവശ്യം വരുന്നുണ്ട്. ഫിനിഷിങ് 91 വരുന്നുള്ളൂ. കേളുണ്ട് ആൾക്ക് അത്യാവശ്യം, 87 കേള് വരുന്നുണ്ട്. പിന്നെ അതേപോലെ സ്പീഡ് ഉണ്ട്, സ്പീഡ് 87 ഉള്ളു. എക്സലറേഷൻ ഉണ്ട്, കിക്കിംഗ് പവറും ഉണ്ട് ആൾക്ക്. പിന്നെ അതേപോലെ സ്റ്റാമിന വളരെ കുറവാട്ടോ. സ്റ്റാമിന ആൾക്കൊരു 60 മിനിറ്റ്, അങ്ങനെ 55 മിനിറ്റ് ഒക്കെ കളിപ്പിക്കുമ്പോഴേക്കും ആൾക്ക് എന്ത് ചെയ്യും, കഴിയും. ആൾക്ക് സ്റ്റാമിന സബ് ഇറക്കേണ്ടി വരും, വേറെ ഇറക്കേണ്ടി. പിന്നെ ആൾക്ക് പ്രത്യേകത എന്താ പറഞ്ഞാൽ, ആൾക്ക് ഫിനോമിനൽ ഫിനിഷിങ് വരുന്നുണ്ട്, ഫിനോമിനൽ പാസും വരുന്നുണ്ട്. പക്ഷെ ആൾക്ക് ഇപ്പോൾ ലോഫ്റ്റഡ് പാസും ലോ പാസും ഒക്കെ നോക്കുമ്പോൾ ഓവർ കാണുന്നൊന്നുമില്ല. പക്ഷെ ആൾക്ക് എന്ത് വരുന്നുണ്ട്, ഫിനോമിനൽ പാസ് വരുന്നുണ്ട്. ഫിനോമിനൽ ഫിനിഷിങ്ങിന്റെ കാര്യത്തിൽ ആൾ ഒരു രക്ഷയിൽ അടിപൊളിയാണ്. SSൽ റൈറ്റിൽ ഇട്ടാൽ ലെഫ്റ്റിൽ ഇട്ടാലും എവിടെ ഇട്ടാലും ആള് നല്ല പെർഫോമൻസ് ആണ് തരുന്നത്. രക്ഷയില്ലാത്ത പെർഫോമൻസ് തന്നെ തരുന്നത്. അടിപൊളി എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല. എനിക്ക് ഭയങ്കര ലൈക്കായി. എന്തായാലും ആദ്യം കളിപ്പിച്ചപ്പം തന്നെ ലൈക്കായി. ആള് ഭയങ്കര എന്താ പറയാ, ഭയങ്കര ഒരു തെറിച്ച കളി. അതായത് ആർക്കും അങ്ങനെ കിട്ടൂല, ആളെ കിട്ടൂല. അതാണ് മെയിന്. എനിക്ക് ഭയങ്കരമായിട്ട് ലൈക്കായി ആൾക്ക്. എന്താ പറയുക, ആളെ ഞാൻ ഫസ്റ്റ് ഇറക്കി ഈ ഡബിൾ ബൂസ്റ്റർ കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ ഇറക്കി കളിച്ച കളി തന്നെ ആള് അടിപൊളിയായിട്ട് പോകുന്നു. എല്ലാവരും ഇടയിൽ കൂടെ ഡ്രിബിൾ ചെയ്ത് പോകുന്നുണ്ട്. ആൾക്ക് അതിനെ പിടിക്കാനൊന്നും കഴിയുന്നില്ല. ഓക്കെ, ഇത് ആള് ഓൾ പ്ലെയർ ആണ്, എല്ലാ സ്ഥലത്തും എത്തുന്നുണ്ട്. അപ്പോൾ ആളിപ്പോൾ 8 കളിയിൽ 5 ഗോൾ അടിച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. മേസിങ് റണ്ണ് കൊടുത്തിട്ടുണ്ട്. റണ്ണിങ് അത് ഞാൻ പറഞ്ഞത്, അതിൽ സ്റ്റാറ്റ്സ് കാണിക്കുന്നൊക്കെ കുറേ കാര്യത്തിൽ കുറവാണ്. പക്ഷേ അതിൻ്റെയൊക്കെ ഡബിൾ പെർഫോമൻസ് ആൾ തരുന്നുണ്ട്. മനസ്സിലായില്ല, ഞാനിവിടെ ഡബിൾ ബൂസ്റ്റർ എൻ്റെ അടുത്ത് റാൻഡം ഡബിൾ ബൂസ്റ്റർ അടിച്ച് കയറ്റിയതാണ്. ഇപ്പോൾ റാൻഡം ഡബിൾ ബൂസ്റ്റർ അടിച്ച് കയറ്റിയാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, നമുക്ക് ഇഷ്ടമുള്ളതൊന്നും അവർ തരൂല. അതാണ് മെയിൻ പ്രശ്നം. അപ്പോൾ ആൾക്ക് അടിപൊളിയാണ്, രക്ഷയില്ല. എനിക്ക് ഭയങ്കര ലൈക്കായി. ഞാനിപ്പോൾ ആളെ തന്നെ ഇറക്കുന്നു. ഇനിയിപ്പോൾ ഒരു സ്ട്രൈക്കേഴ്സ് ഇൻസ്ട്രിക്റ്റും കൂടി കൊടുത്തിട്ട് ആൾക്കാണ് 108 ആക്കാം കയറുന്നുണ്ടാവും. ഞാൻ ഇപ്പോൾ ഡബിൾ ബൂസ്റ്റർ കൊടുത്ത ഡുവലിംഗ് ആണ് കിട്ടിയത്. റാൻഡം ബൂസ്റ്റർ കൊടുത്ത അതൊക്കെ എൻ്റെ പിന്നെ ബൂസ്റ്റേഴ്സ് ഒന്നും ഇല്ല. എന്നെ ആൾക്ക് എല്ലാം വരുന്നുണ്ട്. ഫൈറ്റിംഗ് സ്പിരിറ്റ് വരുന്നുണ്ട്, ഏരിയൽ സുപ്പീരിയോറിറ്റി വരുന്നുണ്ട്, പെനാൽറ്റി അടിപൊളിയാണ്, ഫിനോമിനൽ പാസ് ഉണ്ട്, വൺ ടച്ച് പാസ് ഉണ്ട്. വൺ ടച്ച് പാസ് ഒക്കെ അടിപൊളിയായിട്ടാണ്. ഫിനോമിനൽ ഫിനിഷിംഗ് ഉണ്ട്, ഫസ്റ്റ് ടൈം ഷോട്ട് വരുന്നുണ്ട് ആൾക്ക്. ഇതുപോലെ ലോങ് റേഞ്ച് ഷൂട്ടിങ് വരുന്നുണ്ട്, ലോങ് റേഞ്ച് കേളറും വരുന്നുണ്ട്, ഹെഡിങ്ങും വരുന്നുണ്ട് ആൾക്ക്. ആൾ ഹൈറ്റ് കുറവാണ്, എന്നിട്ട് ആൾക്ക് ഹെഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഫിനിഷിങ് 85 സ്ട്രൈക്കേഴ്സ് ഇൻസ്റ്റിങ് കൂടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആൾക്ക് എന്ത് ചെയ്യും, ഒന്നും കൂടി കയറും. അപ്പോൾ എനിക്ക് ഭയങ്കര ലൈക്കായി. ആർക്കെങ്കിലും എടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇറങ്ങിക്കോ, വേർത്തിയായിട്ടുള്ള പ്ലെയറാണ്. എൻ്റെ സ്ക്വാഡിൽ ഇപ്പോൾ സെക്കൻഡിൽ നിൽക്കുന്ന ആളാണ്. ഫസ്റ്റ് സ്റ്റില്ല് ഡംബലാണ്, പക്ഷേ റേറ്റിംഗ് ടോട്ടൽ വരുമ്പോഴത്തേക്കും ഡംബല് 106, ആൾ 107 വരുന്നത്. ഞാനിപ്പോൾ ഒരു പെർഫെക്റ്റ് ലെജൻഡ് മറ്റേ ബിഗ് ഷോട്ട് ടൈം സ്ക്വാഡ് ബിൽഡിങ്ങും കാര്യത്തിലൊക്കെയാണ്. എനിക്ക് 62 പ്ലേയേഴ്സുള്ളൂ. ഞാൻ പരമാവധി കുറേ ആൾക്കാർ ഹൈലൈറ്റൊക്കെ അത്ര വാല്യൂ ഇല്ലാത്ത പ്ലേയേഴ്സിനൊക്കെ എടുത്തു ഒഴിവാ. കാരണം എനിക്ക് ബൂസ്റ്റർ അത്യാവശ്യമാണ്. ഒരുപാട് പ്ലേയേഴ്സ് ഇങ്ങനെ വരുമ്പോൾ ബൂസ്റ്റേഴ്സും ആണല്ലോ. അത് ഇനി നമുക്കൊന്ന് ഒബമയാങ്ങിനെ ചെയ്ത് നോക്കണം. ഒബമയാങ്ങിന് നല്ല ഇത് കാണുന്നുണ്ട്, ചെയ്ത് നോക്കണം. ഒരു പെർഫെക്റ്റ് സ്ക്വാഡ് ബിൽഡിംഗ് ആണ്. അടിപൊളി പ്ലേയേഴ്സും കാര്യങ്ങളും മാത്രം ഉള്ളൊരു അക്കൗണ്ട്. അതാണ് എൻ്റെ ഒരു ഇത് എന്ന് പറയുന്നത്. ആൾക്ക് ആരെ എന്താ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എടുത്തോട്ടോ വെയിൻ റൂണിനെ. ആള് കറക്കി നോക്കിക്കുക, വൃത്തിയായിട്ടുള്ളൊരു പാക്കാണെന്ന് ഞാൻ പറയുള്ളൂ. ആളടിപൊളി, നല്ല പെർഫോമൻസും കാര്യമൊക്കെ തരുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഓവർ നേരം കളിപ്പിക്കാൻ പറ്റില്ല. ഒരു 50-55 മിനിറ്റ് കഴിയുമ്പോഴേക്കും ആളങ്ങ് കയറ്റേണ്ടി വരും, സബ് കയറ്റേണ്ടി വരും. അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ആള് അടിപൊളിയാണ്. ഞാനിപ്പോൾ എറ്റോന് പകരം ഉപയോഗിക്കുന്ന ആളാണ്. എറ്റോനിക്ക് എന്തായാലും ഓൾറെഡി നല്ല റിസൾട്ട് തരുന്നതാണ്. ഗെയിം പ്ലേ കാണിച്ചു തരാം. ആളെ വെച്ചിട്ടുള്ള ചെറുതായിട്ടുള്ള ഓവറൊന്നും കളിപ്പിച്ചില്ലല്ലോ, കുറച്ച് ഞാൻ കാണിച്ചു തരാം. സ്കോറിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്കാണ്. എവിടെ നിന്ന് അടിച്ചാലും കറക്റ്റ് തന്നെയാണ്. അല്ലെങ്കിൽ ബാറിന് തട്ടിയെങ്കിലും പോകുമെന്ന് വിചാരിക്കാം. ആളെ നല്ല സ്കോറിങ്ങും കാര്യങ്ങളും എനിക്ക് ഭയങ്കര ലൈക്കായി. പാസിങ് ആണെങ്കിലും അടിപൊളിയായിട്ട്. ഫിനോമിനൽ പാസ് ഇതിലൊക്കെ കാര്യങ്ങളൊക്കെ കുറവാണെങ്കിലും പക്ഷെ ആൾക്ക് പാസിങ്ങിലേക്ക് വരുമ്പോൾ ആൾ അടിപൊളിയാണ്. കട്ട് ഇങ്ങനെ പോകും. അതായത് പിടി തരാണ്ട് പോകുന്നുണ്ട് ആൾ. ഇതിപ്പോൾ അടിച്ചോട് പോസ്റ്റിന് ഒറ്റടി ബൂം, പോസ്റ്റിന് അടിച്ച് പോകും.
അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ എന്ത് ചെയ്യാ, നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നാണെങ്കിലും ഞാൻ വേർത്തിയായിട്ടുള്ള പാക്കെന്ന് പറയുള്ളൂ, എടുത്തോ, അടിപൊളിയാണ്. അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഗൈസ്, ബൈ.